ഇതേതാ നമ്മള് ഈ ദ്വീപ് ഏതാ? ഓക്കെ, ഇത് തലയാട്ട്. ഹായ്താ ഹായ്താ. ഓക്കെ, താങ്ക് യു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഇത് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, അതാണ് ബോട്ട്. ഞങ്ങൾ ഇന്നൊരു ബോട്ടിൽ ഒരു സ്മോൾ ട്രിപ്പ്, ഒരു 3 hours ട്രിപ്പ് അല്ലേ, 3 hours ട്രിപ്പ് നമുക്ക് കാണാം. ഇനി ഓരോന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കൊള്ളാം, നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ, സൺസെറ്റ് ഒക്കെ കാണിച്ചു തരാം. സൺസെറ്റ്. റൂബി ആദ്യമായിട്ട്. റൂബി കേറ്. റൂബി മൗലിയുണ്ട്, കുഞ്ഞാറ്റിയുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ താരം ഇതിനകത്ത് ഉഷ പ്ലീസ് ഹായ് തരൂ. ഹായ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യം ഹായ് തന്നിട്ടേ പോവാവൂ. മമ്മി ഹായ്. ഹായ്. സദാശിവ, come on. Are you excited? Are you excited? കേറിക്കോ. റുബി ചുറ്റിനും വെള്ളം. റുബിക്ക് ഉറക്കമൊക്കെ വരുന്നു. ഗൈസ്, ഇതാണ് കണ്ടൽക്കാട്. ഇതുണ്ടോ? കണ്ടൽക്കാടല്ലേ സദാശിവ? ഇവിടെ എന്തിനാണ് ഈ കണ്ടൽക്കാട് വളർത്തുന്നത്? കണ്ടൽക്കാട് ഇപ്പൊ മട്ടോട്ടത്ത് ഗ്രാമപഞ്ചായത്തിൽ വളർത്താൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. പത്രമല്ല, ന്യൂസ്. എന്താ ഞാൻ പറയണ്ടേ? വളരെ ഫോർമലായിട്ട് പറയൂ. നോർമലായിട്ട് കണ്ടൽക്കാട് തീരദേശ സംരക്ഷണം. മൈക്കൊക്കെ ഉണ്ട്. എനിക്ക് പറഞ്ഞോളൂ, എന്തിനാണ് കണ്ടൽക്കാട്? തീരദേശ സംരക്ഷണത്തിനാണ് കണ്ടൽക്കാടുകൾ വളർത്തുന്നത്. മറ്റൊന്ന് മത്സ്യങ്ങൾക്ക് മുട്ടയിട്ട് വളരുന്നതിനും മറ്റ് ജീവികളുടെ ശല്യം ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി ഇതിന്റെ നാലുവശമുള്ള വേരുകൾ ഇറങ്ങി മത്സ്യങ്ങൾക്ക് മുട്ടയിട്ടാനുള്ള ഒരു ആവാസ കേന്ദ്രമാണ്. ഓക്കെ, എല്ലാവർക്കും ആ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉഷ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കായലിന്റെ നടുക്ക്. ഇതെന്ത് വച്ചാ ഇവിടെ എവിടെയാ? ഇത് കായലിന്റെ നടുക്ക് ഒരു കരയിൽ നമ്മൾ ഇറങ്ങുന്നു. അത്രേ ഉള്ളൂ. അസംബ്ലിക്കായ ഒരു ദ്വീപുണ്ട്, അതിന്റെ പേരാണ് പള്ളിയാന്തുരുത്ത്. അതിന്റെ തൊട്ട് വടക്കുവശം ഒരു ദ്വീപുണ്ട്, കുതിരമനമ്പ്. അപ്പൊ ഇതേതാ നമ്മള് ഈ ദ്വീപ് ഏതാ? പള്ളിയാന്തുരുത്ത്. ഓക്കെ, ഇത് പള്ളിയാന്തുരുത്ത്. മണ്ണിനി വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങണം. ഇനി ഇറങ്ങത്തില്ല. റൂബി അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കി. റൂബി ഇപ്പൊ വരാം. എങ്ങോട്ടൊക്കെയോ കേറി പോകുന്നു. സീക്രട്ട് കാർഡുണ്ട് ഇതിനകത്ത്. ദൂരെ നോക്കുമ്പോ ഒന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ അറിയുന്നത് സൺറൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഗൈസ്. ഇതൊക്കെ കണ്ടോ? അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പോയിനി. ഈ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് റൂബി ഇവിടെ കിടന്ന് കൊരയായിരുന്നു. ഫുൾ ടൈം അവള് കൊരയായിരുന്നു ഇവിടെ. ഗൈസ്, നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട് ഇവിടെ. പക്ഷെ സൺറൈസ് ഇനി വരത്തേ ഉള്ളു. സൺറൈസ് വന്ന് പക്ഷെ അത് മങ്ങിപ്പോയി. ബട്ട് വി ആർ എൻജോയിങ്, വി ആർ ഹാവിങ് റിയലി ഗുഡ് ടൈം. ചുറ്റിനും വെള്ളം. ഇവിടെ ഇതെന്താണിത് പുതച്ചു മൂടിയിരിക്കുന്നത്? ഇതെന്താണിത്? വൈബാവൂ ഇച്ചിരി. ഇവിടെ താണ്ട വേറെ 2 പിള്ളേര്. റൂബി ഹായ്.
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് ഏത് സ്ഥലമാ ഇത്? ഇത് എസ് വളവ്. ഓ, ഇത് കറങ്ങി ചെന്ന് ഞങ്ങൾ ഇവിടെ വന്നെത്തി. അടുത്തതാ എല്ലാരും നടക്കൂടൊക്കെ പോകുന്ന രസമുണ്ട്. പക്ഷെ ഹൗസ് ബോട്ടിലായിരുന്നോണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിന്റെ നടക്കൂടെ ഓൺലി വെള്ളം. തലയാട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞെ. റൂബി ഞങ്ങൾ അവളെ ഇട്ടേച്ച് പോയിന്റെ പിണക്കോ. ഇങ്ങോട്ട് നോക്കൂ പ്ലീസ്. അവളെ ഇട്ടേച്ച് പോയോണ്ട് അവള് നോക്കുന്നില്ല. അവളെ ഞങ്ങൾ ഇട്ടേച്ച് പോയപ്പോ അവള് ഭയങ്കര കൊരയായിരുന്നു. സങ്കടപ്പെടുന്ന എന്തിനാള്? എല്ലായിടത്തും കൊണ്ടുപോകുന്നതല്ലേ? മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടിയാണ് ഈ കുട്ടി. ഹായ് പറയൂ കുട്ടി. പോട്ടെ. നിങ്ങളെയാ ഒരു മൈൻഡ് ചെയ്യുന്നില്ല. കപ്പിൾസ് ആണ്. അവരുടെ പ്രൈവസി ഞങ്ങൾ വേറെ ഇടപെടുന്നു. ഹായ് ഹായ്താ ഹായ്താ. ഓക്കെ, താങ്ക് യു. അവളെ അവിടെ തന്നെ ഇട്ടേരെ. ഹായ് പറ. എവിടാ? മണ്ടോടുത്ത് പഞ്ചായത്ത്. അങ്ങോട്ട് പോയാ എവിടെ? ഏത് ഡാമാ? അങ്ങോട്ട് പോയാലാ കടപുഴ. കടപുഴയില്ലല്ലോ, തെന്മല ഡാമാ. തെന്മല ഡാം. അങ്ങോട്ട് പോയ തെന്മല ഡാമാ. തെന്മലയല്ല, തെന്മല. കല്ലടയാറിന്റെ ശാഖ രണ്ടായിട്ട് ഒന്ന് വിധിയുന്നിടമാണ്. ഒന്ന് പുത്തനാറ്, ഇത് കല്ലടയാറ്. ഇപ്പൊ ചെന്ന് അട്ടംപിടിക്കായൽ പതിക്കും, സംഗമിക്കും. അട്ടംപിടിക്കായൽ കല്ലട ജലോത്സവത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ബൈ ചാൻസ് ഫോൺ പോയാൽ എനിക്ക് മാമനാണ് എന്റെ ബാക്ക്. എന്റെ കൈ വയ്യ, അല്ലെങ്കിൽ എടുത്തുതരാം. കൈ നോക്കട്ടെ. വെരി ഗുഡ്. ആ കുട്ടി ഇരിക്കുന്നുണ്ടോ? നാട്ടില് വള്ളം എടുക്കണം, വള്ളം എടുക്കണം. എന്താണ് വെള്ളത്തിന്റെ പ്രത്യേകത? ഓ, വള്ളംകളിയിൽ കളിക്കുന്ന വെള്ളം അല്ല വള്ളം. ഇതാനൊന്നും പറയാത്തെ. ഓക്കെ, ഇതിലാണ് നമ്മള്. ഓക്കെ ഓക്കെ, ഇതോ എഴുതിയിരിക്കുന്നത്. റൂബി റൂബി ഹായ്. യെസ് പറയൂ സദാശിവം. വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഈ കാണുന്നതാണ് കരിമീന്റെ കൂട് കൃഷിയാണ്. ഇതിനകത്താണ് കരിമീനെ ഇട്ട് വളർത്തുന്നത്. കരിമീനൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വളർത്തിയത്. അതിനകത്തിട്ട് വളർത്തി. എന്ത് ഒരു കൊക്ക് നിൽക്കുന്നുണ്ട്. ഹായ്, പെയ്ഡ് അക്ഷറാ. ഞങ്ങൾ പൈസ കൊടുത്ത് കൊക്കിനെ അവിടെ നിർത്തിച്ചതാണ്. നീ അത് പ്രതിമയല്ലയോ? അല്ല, ഒറിജിനലാ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിന്? ഇവിടാണ് കരിമീനെ വളർത്തുന്നത്. കരിമീനെ വളർത്തുന്നത്. ഹായ്, പ്രതിമയാ? അല്ലടി, ഒറിജിനലാ ഗൈസ്. ഇതൊക്കെ നിങ്ങൾ പ്രതിമയാന്ന് വിചാരിക്കും, പറ്റിയത് ഒറിജിനലാ. ഹായ് ഗൈസ്, ട്രെയിനൊക്കെ ഇത് പോകുന്നത്. ഇത് കണ്ണങ്ങാട്ടെ പാലം. ഇതാണ് മൺട്രോതുരത്തിന്റെ താന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. പണ്ട് ഡാം പണിയുന്നതിന് മുമ്പ് എക്കൽ മണ്ണ് അടിയുന്നത് കൊണ്ട് ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡാം പണിഞ്ഞതിന് ശേഷമാണ് എക്കൽ മണ്ണിന്റെ വരവ് കുറഞ്ഞു.
അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ താന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വീടൊക്കെ ഉപേക്ഷിച്ച ആൾക്കാർ പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് നിറയെ ഉണ്ട് ഇങ്ങനെ അനാഥമായി കിടക്കുന്ന ഓരോ വീടുകള്. അതൊന്ന് കണ്ട രണ്ട് അകത്തോട്ടൊക്കെ ഉണ്ട്. കണ്ട ആ സൈഡ് വാളിന്റെ ആ വീടിന്റെ ആ ലെവലൊന്നും നോക്കിയാൽ തന്നെ മനസ്സിലാവും താന്നുകൊണ്ടിരിക്കുന്നത്. വീടൊക്കെ താന്നു. വേണ്ട, ഓക്കെ വേണ്ട. ഏറ്റവും വലിയ കണ്ടലും പഴക്കം കൂടിയ കണ്ടലും ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഈ കാണാൻ പോകുന്നത്. നമുക്കവിടെ കണ്ടലിൽ കയറാനും വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ സ്ഥലമുണ്ട്. കണ്ടലിന്റെ വേറെ വെറൈറ്റീസ് ആണ് അവിടെ ഈ നിൽക്കുന്നതൊക്കെ. ഇത് കണ്ടൽ തന്നെയാണ്. അതിന്റെ വേറെ ഒന്നാമതാണ് കൊല്ലം ഉള്ളത്. പക്ഷെ തോനെയും വെറൈറ്റികളെ ഉള്ളതിന് ഒന്നാം സ്ഥാനം കൊല്ലത്താണ്. കണ്ടലിന്റെ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ളത് കൊല്ലത്താണ്. കണ്ടല് ജാമ്യം പോലും കിട്ടത്തില്ല. ഇല്ലില്ല, കണ്ടൽ എന്ന് പറയുന്നത് ഫോറസ്റ്റിന്റെ അണ്ടറിലാണ്. അത് വെട്ടിക്കഴിഞ്ഞാൽ കേസാ. ആരും അറിയാതൊക്കെ വെട്ടിക്കളയാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. കുടുംബശ്രീകാരി ഇപ്പൊ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു തൈക്ക് 20 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക്. വളർന്നു വന്നപ്പോ 6 രൂപ കിട്ടി. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്തെല്ലാം മുരിങ്ങക്കാട കണക്കൊരു സാധനം പിടിക്കണ്ട. അതിന്റെ കീഴ്പോട്ടൊന്നും വീഴും. അത് അവിടെ കിടന്ന് കളിച്ചോളൂ. അതിന് വെയിറ്റ് കൂടിയ ഭാഗം ഉണ്ട്, കുറഞ്ഞ ഭാഗം ഉണ്ട്. ആ വെയിറ്റ് കൂടിയ ഭാഗം ഒന്ന് അടിക്കി എന്നും മറ്റവൻ നേരെ ഇരിക്കുന്നത്. ടൂറിസ്റ്റ് സ്ഥലമാക്കാം, എന്നിട്ട് മാതാപന്മാരെ വീട്ടിൽ കയറ്റാം. ഇത് കല്ലട ആറാണ് സൈഡിൽ കൂടെ. അത് ഫ്ലോട്ടിങ്ങാ. അത് മീൻവളത്തുന്നല്ല. അത് കയാക്കും പെഡൽ ബോട്ടൊക്കെ റെന്റിന് കൊടുക്കുന്ന അതിന്റെ ഓഫീസാണ്. അത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന കുരറ്റ സെറ്റ്. ഞങ്ങൾ ഇതാ കണ്ടലിരിക്കുകയാണ് ഗായ്സ്. ഹായ് കൊടിങ്കോ.
മോളിങ്ങോട്ട് കയറിയില്ല മോളെ ഇപ്പൊ ഇവിടെ ഇവിടെ ഇത് സെറ്റപ്പ് ആക്കി വെച്ചേക്കോ കേറാൻ വേണ്ടിട്ട് കയറൊക്കെ വെച്ച്. നമ്മളെ ഇതൊക്കെ അടിയിട്ടുണ്ടോ ദീപയൊക്കെ കേറിയിട്ടുണ്ട്. ദീപയൊക്കെ ദീപ ഹായ് കൊടുത്തേ അങ്ങോട്ട്. ദീപ ഇത് കടലൊക്കെ പേടിയുണ്ടോ? പേടിയില്ല. പേടിയില്ല, ഉറപ്പായിട്ട് കയറും. ഇതൊക്കെ കണ്ടു ശീലമുണ്ടോ? ദീപ ഇതിലൊക്കെയാണ് വളർന്നത് അല്ലേ ദീപ? ആരെയൊക്കെ പറഞ്ഞു വീര കണ്ടന്റ് സൈഡിൽ ചോട്ടല്ലോ ഒരു മനുഷ്യൻ. പട്ടാളം പ്രദീപൊക്കെ ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. രക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. പ്രദീപ് പട്ടാളം വേണ്ടി നിൽക്കുന്നത്. ഇനി അമ്മ ഇറങ്ങുന്നൊരു കാഴ്ച. അമ്മ വീഴണേ പ്ലീസ്. അമ്മ പ്ലീസ് വീഴണേ. കണ്ടന്റ് വെട്ടി നിനക്ക് ഇതൊക്കെ കാലടിച്ചിരിക്കും. ഓക്കെ, ദീപ സക്സസ്ഫുള്ളി ഇറങ്ങി. അവിടെ ആൾക്കാർ പോയില്ല. നമ്മളിനി വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ. റൂബീനെ ഇറക്കുന്ന കാഴ്ച. റൂബിക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പേടിയാ. അതുകൊണ്ട് പപ്പ ഒന്ന് എടുത്തു കൊടുക്കണം. വെരി ഗുഡ് റൂബി. റൂബി വെള്ളമാണോ റൂബി? റൂബി ഹായ്. റൂബി നീന്താ. നീ ഒരു പട്ടിയാ റൂബി, മറക്കാത്തത്. റൂബി പട്ടികൾക്ക് നീന്താൻ പറ്റുന്ന ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളൂ. ഈ പട്ടി എന്താ നീന്താത്ത? റൂബി നീന്തിയേ, നീന്തി കാണിച്ച എല്ലാരെയും ഒന്ന്. എന്റെ ഓഡിയൻസിനെ ഒന്ന് നീന്തി കാണിയിട്ട്. ഈ നിങ്ങൾ ഇന്നേ വരെ അവള് നടക്കുവാ ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പട്ടി വെള്ളത്തിൽ നടക്കുന്ന കാഴ്ച കാണുന്നത്. നീന്താൻ അറിയാത്ത പട്ടിയാണ് റൂബി. നമ്മള് മൺട്രോ ഐലൻഡ് ഗൈസ്. റൂബി കൊള്ളാവോ? സുഖമുണ്ടോ അവക്കേ? അവൾ എന്തോ ചെയ്യണോന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതെ, ജീവിതത്തിൽ അത് കൊള്ളാം. ഇല്ല, അതാണ് രസം. അമ്മയുടെ ഷോള് തുടച്ചേമ്മ അവളെ. ഇത് നല്ല രസമുണ്ട്. ഇവിടെ വെള്ളത്തിൽ കിടന്ന് നടക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇനി ഫോട്ടോ കിടന്ന് ഇതിനകത്ത് ഒരു പാട്ടൊക്കെ പാടിയേ എന്റെ ഓഡിയൻസിന് വേണ്ടി. വളഞ്ഞു വളഞ്ഞു പോവാ. നേരെ പോന്ന് സൈഡിൽ നിന്ന് എടുക്കണം. ഇങ്ങോട്ടാണ് പോണ്ടേ? ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് പിടിക്കുന്നേ? നിങ്ങൾ സേഫ് ആയിട്ട് എത്തും. ഡോണ്ട് വറി, അച്ചു ഈസ് ഓൺ ദി. ഈ വണ്ടി സ്മൂത്ത് അല്ലേ? ഇടിക്കോടി. വഴി വിസ്താരമായിട്ട് കിടക്കുക. കണ്ടപ്പോ ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നി. അങ്ങോട്ട് ഞാൻ തിരിക്കല്ലേ നീ ഒരു മിനിറ്റ്.
വണ്ടി ഗൈസ്, ഇനി ഇതിന്റെ അടിയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പെരുമൺ പാലം 1988 ജൂലൈ 8 ട്രെയിൻ അപകടം നടന്നെയാണ്. 108 പേര് മരിക്കാനിടയായ ഒരു സ്ഥലമാണ് ഈ നടന്നത്. ഇതിന്റെ അടിയിൽ കൂടെ നമ്മൾ പോകും. Guys, and the beautiful view. കൈന് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ ആയി. എന്തായാലും എൻ്റെ ഫോണിനോട് നന്ദി. ചാർജ് ചെയ്ത ഞാൻ വെച്ചത് ഡെഡായി. ഞാൻ ചാർജർ എടുത്ത് പക്ഷെ കുത്താൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ വെച്ചാൽ കുത്താൻ സ്ഥലം കാണുന്നു. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഫോൺ ഡെഡാവുന്ന കാര്യമാണ്. ദിവസം ഉണ്ടായിരുന്നു. ചാർജർ കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് കൂടെ ഒരാൾ കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഐഫോൺ അല്ല, മറ്റേ ഹായ് കൊടുക്കൂ, ഹായ് കൊടുക്കൂ. ഞാൻ വഴി പോകുമ്പോ ബോട്ടിൽ ആൾക്കാർ ഹായ് തരൂ, ഹായ്. ഓക്കെ, ഞാൻ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.